കേരളത്തിലെ 10 പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെടുത്താൽ അതിൽ പ്രഥമ സ്ഥാനമാണ് തേക്കടിക്കുള്ളത്. ഇന്നത്തെ മോർണിംഗ് വാക്ക് തേക്കടിയിലൂടെയാണ്. ഈ യാത്രയ്ക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഗ്രീൻ വാക്ക് എന്നാണ്. മനോഹരമായ തടാകവും കാടും നിറഞ്ഞ ഈ വനപ്രദേശമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന സ്ഥലം. ആയിരത്തി 1950 തേക്കടി വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. 900 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ ചുറ്റളവ്. ഇതിൽ 600 കിലോമീറ്റർ തേക്കടി തടാകമാണ്. ഈ തടാകത്തിൻ്റെ ഒരു വശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ടുള്ളത്. മുല്ലയും പെരിയാറും അങ്ങനെ 2 നദികൾ ചേർന്നാണ് തേക്കടി തടാകം രൂപപ്പെട്ടിട്ടുള്ളത്. ഇതുവഴിയുള്ള ബോട്ട് സവാരിയാണ് വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത്. ആയിരത്തി 1979 തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ കടുവ സങ്കേതമായി മാറി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടുവകളെ കാണപ്പെടുന്നതും ഇവിടെയാണ്. ജൈവ വൈവിധ്യം നിറഞ്ഞ ഈ വനത്തിൽ ആനയും മ്ലാവും മാനും കാട്ടുപോത്തും കാട്ടുപതിയുമെല്ലാം യഥേഷ്ടം വിഹരിക്കുന്നു. 150 തരം ഇഴജന്തുക്കളാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 200 തരം ശലഭങ്ങളെയും ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പരിസ്ഥിതി പ്രവർത്തകനും ദിവസവും തേക്കടിയിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങാറുള്ള ഹാരിസാണ്. ഇതിനുള്ളിൽ അനവധി മൃഗങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്. ജൈവ വൈവിധ്യം നിറഞ്ഞ ഒരു വനം കൂടിയാണിത്. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഒരു തേക്കടിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലനിരകളിൽപ്പെട്ട ഒരു പ്രദേശമാണിത്. ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ വരുന്നൊരു പ്രദേശം. വളരെയധികം ചിത്രശലഭങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, അങ്ങനെ എന്തുകൊണ്ടും ജൈവ സമ്പുഷ്ടമായിട്ടുള്ളൊരു പ്രദേശമാണ്. വിവിധ തരത്തിലുള്ള ചെടികൾ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കാലാവസ്ഥ തന്നെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. തേക്കടി എപ്പോഴും ഒരു വളരെ വലിയ ചൂടുള്ള ഒരു പ്രദേശമല്ല. അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അധികം ഇഷ്ടം തോന്നുന്നൊരു പ്രദേശമാണ്. തേക്കടിയിലെത്താനുള്ള ഗതാഗത സൗകര്യമാണ് ഇടുക്കിയിലെ മറ്റ് വിനോദസഞ്ചാര മേഖലയിൽ നിന്നും തേക്കടിയെ വ്യത്യസ്തമാക്കുന്നത്. കോട്ടയം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ സഞ്ചരിച്ചാൽ കുമളിക്ക് സമീപം 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ തേക്കടിക്ക്. എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് തൊടുപുഴ, മൂവാറ്റുപുഴ വഴി തേക്കടിയിലെത്താം. മൂന്നാറത്തുനിന്ന് വിനോദസഞ്ചാരിക്കും തേക്കടിയിലെത്താൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിങ്ങളുടെ വിനോദയാത്രയിൽ തേക്കടി കൂടി ഉൾപ്പെടുത്തുക. ഇന്നത്തെ മോർണിംഗ് വാക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭദിനം.